ഫരീദാബാദ് രൂപത എന്ന അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുമ്പോൾ രൂപതയുടെ ചാൻസലറായിട്ടുള്ള ബഹുമാനപ്പെട്ട മാർട്ടിൻ അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛൻ സ്വാഗതം. 2007 മുതൽ അച്ഛൻ ഡൽഹിയിലുണ്ട്. അപ്പോൾ ഒരു ഡൽഹിക്കാരൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. എങ്ങനെ നോക്കിക്കാണെന്ന് വെച്ചാൽ രൂപതയുടെ ഈ ഒരു വളർച്ച? തീർച്ചയായും ഞങ്ങൾ എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്. രൂപത അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുമ്പോൾ ഞങ്ങൾ വൈദികരും വിശ്വാസി സമൂഹം മുഴുവനും ഒത്തിരിയേറെ ആഹ്ലാദത്തിലാണ്. ഞാൻ 2007 മുതൽ ഇവിടെ സേവനം ചെയ്യുന്ന വൈദികനാണ്. അപ്പോൾ ഈ രൂപത ആകുന്നതിന് മുമ്പും രൂപത ആകുന്ന സമയത്തും രൂപത ആയതിനു ശേഷവും ഇവിടെ ഡൽഹിയിൽ സേവനം ചെയ്യാനുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 13 വർഷമായിട്ടുള്ളൂ ഈ രൂപത ഇപ്പോൾ അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുമ്പോൾ അത് വലിയൊരു അത്ഭുതമായിട്ടാണ് ഞങ്ങൾ കാണുക. കാരണം മറ്റ് രൂപതകളൊക്കെ വളരെ കുറച്ച് രൂപതകൾക്ക് അങ്ങനെ ഒരു ഉയർത്തപ്പെടുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതൊരു വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നു. കുര്യാക്കോസ് പിതാവ് തീർച്ചയായിട്ടും അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ പിതാവിൻ്റെ വളരെ നല്ല സമീപനം ഇവിടെ നമ്മുടെ ലാറ്റിൻ സഹോദരങ്ങളുമായിട്ടും മറ്റെല്ലാ സഭകളുമായിട്ടുള്ള നല്ലൊരു സമീപനം തീർച്ചയായിട്ടും പിതാവ് എപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രൂപത ഇന്ന് അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുമ്പോൾ ഞങ്ങളെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അതിന് ഇനിയും കൂടുതൽ ഉയർച്ചകളിലേക്ക് വരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഒത്തിരിയേറെ ആയിരക്കണക്കിന് ജനങ്ങൾ വന്നുകൂടുമ്പോൾ ഞങ്ങളെല്ലാവരും വലിയ സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് അതിൻ്റെ കൾമിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നത്തെ ഉച്ചകഴിഞ്ഞ് നടക്കുന്ന പരിപാടികളിൽ മേജർ ആർച്ച് ബിഷപ്പ് തുടങ്ങി ആർച്ച് ബിഷപ്സും ഒത്തിരിയേറെ പേര് പങ്കെടുക്കുന്നു. അതിലും ഞങ്ങൾ ഒത്തിരിയേറെ സന്തോഷത്തിലാണ്. ഇങ്ങനെയൊരു പരിപാടി ഇത്രയും മനോഹരമായിട്ടും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രോഗ്രാം എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ ഇതിനു മുമ്പ് നടന്നത് കുര്യാക്കോസ് പിതാവിൻ്റെ കോൺസെക്രേഷൻ്റെ സമയത്താണ്. അതിനുശേഷം ഇന്ന് ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ അതിരൂപതയെ ആയിട്ട് ഉയർത്തപ്പെടുന്ന ഈ സമയം വലിയ ദൈവാനുഗ്രഹമായിട്ട് കാണുകയും ചെയ്യുന്നു. ശരിക്കും രൂപതയുടെ അതിരുകൾ വിസ്തൃതമായിക്കൊണ്ടിരിക്കുന്നു, പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും അനന്തമായ സാധ്യതകൾ രൂപതയുടെ മുമ്പിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. ഇപ്പോൾ 6-7 സ്റ്റേറ്റുകളിലായിട്ട് വികസിച്ച് കിടക്കുന്ന രൂപതയാണ്. അപ്പോൾ കാശ്മീർ തുടങ്ങി ഇവിടെ ഡൽഹി വരെ ഞങ്ങളുടെ മിഷണറി ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഒത്തിരിയേറെ വളരാനായിട്ടുണ്ട്, ഒത്തിരി സാധ്യതകളുണ്ട്. പഞ്ചാബിൽ ഒത്തിരി മിഷൻ സെൻറ്റേഴ്സ് നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വളർച്ചയിലേക്ക് ഓരോ ദിവസവും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.